മാനന്തവാടിയിൽ നരഭോജി കടുവയ്ക്കായി രാത്രിയിലും തിരച്ചിൽ. കടുവയുടെ സാന്നിധ്യമുണ്ടായ പഞ്ചാരക്കൊല്ലി ജനവാസ മേഖലയിൽ ഡോക്ടർ അരുൺ സഖറിയയുടെയും സംഘത്തിന്റെയും പോലീസിന്റെയും പരിശോധന. പ്രദേശത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും സർവകക്ഷി യോഗത്തിൽ നാട്ടുകാരുടെ ആവശ്യം. 10 ടീം അംഗങ്ങളെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തിയെന്നും സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതായും ADM അറിയിച്ചു. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. അതിനിടെ കമ്പളക്കാട് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി. അർജുൻ PS ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, നരഭോജി കടുവയ്ക്കായി രാത്രിയിലും തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഈ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ ഈ രാത്രിയും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 24 മണിക്കൂറും ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ നടക്കും. പക്ഷേ മറ്റുള്ള തെരച്ചിൽ പോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ അല്ലെങ്കിൽ കാടടച്ചുള്ള ഒരു തെരച്ചിലല്ല നടക്കുന്നത്. അതായത് ഈ കടുവയെ ഡിസ്റ്റർബ് ചെയ്യാതെ, കടുവയുടെ അടുത്ത് അധികം എത്താതെ രീതിയിലുള്ള ഒരു തെരച്ചിലായിരിക്കും നടക്കുക. ആ രീതിയിൽ തെരച്ചിൽ നടക്കുമ്പോൾ ഈ കൂടുതലായും ക്യാമറകളിൽ പതിയുന്ന ദൃശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കടുവ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുക. മാത്രമല്ല തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളടക്കം ഇവിടെ നിന്നും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അതിന്റെ ചെറിയ സൗണ്ട് പോലും ഇത്തരത്തിൽ കടുവയ്ക്ക് അത് ഡിസ്റ്റർബ് ആകുമെന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ആ തെർമൽ ഡ്രോൺ പരിശോധനയടക്കം ഇവിടെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനാൽ തന്നെയും കടുവയെ കെണിവെച്ച് പിടികൂടുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പൊ ഇത്തരത്തിൽ വനപാലകരുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കെണിയിൽ കയറുകയാണെങ്കിൽ കടുവയെ പിടികൂടുമെന്നുള്ളതാണ് വനപാലകർ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വെടിവെച്ച് പിടിക്കുക പ്രായോഗികമല്ല എന്നുള്ളതടക്കം വനപാലകർ പറയുന്നു. എന്നാൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, ഇന്നും പറയുന്നത്, ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഈ കടുവയെ വെടിവെച്ച് പിടികൂടേണ്ടതുണ്ട്. അത്തരത്തിൽ പിടികൂടിക്കൊണ്ട് ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് അത്തരത്തിൽ സർവകക്ഷി യോഗമൊക്കെ ഉണ്ടായി. ആ സർവകക്ഷി യോഗത്തിലാണ് ഇത്തരത്തിൽ കടുവയെ വെടിവെച്ച് കൊല്ലില്ല, തൽക്കാലം പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്നുള്ള ഒരു ധാരണയായത്. അത് കൃത്യമായി തന്നെ ഈ ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുകയും നാട്ടുകാർ താൽക്കാലികമായി അവിടെ നടത്തിക്കൊണ്ടിരുന്ന സമരം പിൻവലിക്കുകയും ചെയ്തു. അതിൽ നിന്ന് മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ രാധയുടെ മൃതദേഹം, ഈ കടുവ പിടിച്ചുവിടുക, കൊന്ന രാധയുടെ മൃതദേഹം ഈ വൈകുന്നേരത്തോടു കൂടിയാണ്, ഏകദേശം ഒരു 11 മണിക്കൂർ കൂടിയാണ് അടക്കം ചെയ്തത്. രാവിലെ തന്നെ വീട്ടുവളപ്പിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേരാണ് രാധയുടെ മൃതദേഹം ഒരു നോക്ക് കാണുവാൻ ആ പ്രദേശത്തേക്ക് ഓടിയെത്തിയത്. എന്തിനാ തന്നെയും ഏകദേശം 11 കൂടിയോടെ ഈ രാധയുടെ മൃതദേഹം അവിടെ സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നാട്ടുകാർ വലിയ രീതിയിൽ രോഷപ്രകടനവുമായി ഈ ബേസ് ക്യാമ്പിലേക്ക് ഇരച്ചു കയറിയത്. തുടർന്ന് ഇവിടെ CCSF ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DFO അടക്കമുള്ളവർ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കളക്ടർ സ്ഥലത്തെത്തിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമായിരുന്നു പിന്നീട് അവിടെ അരങ്ങേറിയത്. ഇത്തരത്തിൽ CCSF-ഉം അതുപോലെ തന്നെ DFO ഒക്കെ അടക്കമുള്ള ആളുകൾ ഇരുന്നിരുന്ന ക്യാബിനിലേക്ക് ഉന്തി കയറുവാൻ, ഈ വാതിൽ പൊളിച്ച് കയറുവാനുള്ള ശ്രമമൊക്കെ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവരെ ശാന്തരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഇവിടെയുള്ള DMO ഇത്തരത്തിൽ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ കടുവയെ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കെണിയിലാക്കിക്കൊണ്ട് കടുവയെ ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യുക എന്ന ഒരു തീരുമാനമുണ്ടായത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.